a very important question. Electrostatic potential at a point. So, ഒരു derivation ആണ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. See, നമുക്കൊരു സോഴ്സ് ചാർജ് എടുക്കാം. ഇതാണ് നമ്മുടെ സോഴ്സ് ചാർജ്. ഓക്കെ, ഇതിന്ന് R ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് P. R ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ആണ് P. അപ്പൊ നമ്മുടെ Pയിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കലാണ് എൻ്റെ ജോലി. സോ ഞാൻ എന്ത് ചെയ്യും? പറയൂ, ജോലിശങ്കർ പറയൂ, എന്ത് ചെയ്യും? ഞാൻ നേരെ എവിടെ പോവും? ഇൻഫിനിറ്റി പോവും. അപ്പൊ ഇൻഫിനിറ്റി പോവും. അവിടെ നിന്ന് ആരെ പിടിച്ചോണ്ട് വരും? +1 കൂളോമിനെ പിടിച്ചോണ്ട് വരും. പിടിച്ചോണ്ട് വരുമ്പോൾ ഉള്ള കണ്ടീഷൻ പറയൂ. +1 കൂളോമിന് എന്ത് പാടില്ല? ആക്സലറേഷൻ പാടില്ല. ആക്സലറേഷൻ ഇല്ലാതെ ഈ +1 കൂളോമിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. കൊണ്ടുവരുന്ന വഴിയിൽ ഞാൻ ഒരു പോയിന്റിലെത്തി. ആ പോയിന്റിന്റെ പേരാണ് P ഡാഷ്. ആ പോയിന്റിന്റെ പേരെന്താണ്? P ഡാഷ്. ഈ സോഴ്സ് ചാർജിൽ നിന്ന് ഇതുവരെയുള്ള ഇപ്പോഴത്തെ ഈ ഡിസ്റ്റൻസ് R ഡാഷ് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ +1 കൂളോം ഇപ്പൊ ഇവിടെ ഇൻഫിനിറ്റി അല്ല ഇരിക്കുന്നത്, ഇവിടെയാണ് ഇരിക്കുന്നത്. +1 കൂളോം ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ +1 കൂളോമിനെ ഈ സോഴ്സ് ചാർജ് എന്ത് ചെയ്യുന്നുണ്ടാവും? റിപ്പൽ ചെയ്യുന്നുണ്ടാവും അല്ലെ അബ്ദുള്ള? സോ ഈ +1 കൂളോമിനെ ഈ സോഴ്സ് ചാർജ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പൊ വാട്ട് ഈസ് എ റിപ്പൽസീവ് ഫോഴ്സ്? ആ റിപ്പൽസീവ് ഫോഴ്സ് എത്രയെന്ന് പറയൂ? റിപ്പൽസീവ് ഫോഴ്സ് ഞാൻ F എന്ന് വിളിക്കട്ടെ. അപ്പൊ റിപ്പൽസീവ് ഫോഴ്സ് എത്ര വരും? +1 കൂളോമിന്റെ മണ്ടയിൽ ഇവൻ കൊടുക്കുന്ന റിപ്പൽസീവ് ഫോഴ്സ് എത്രയെന്ന്. അയ്യേ, ഇത് രണ്ടും തമ്മിലുള്ള ദൂരം R ഡാഷ്, ഇത് Q1, ഇത് Q2, തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് കാണാൻ ഇക്വേഷൻ അറിഞ്ഞൂടെ? പറയൂ അങ്ങോട്ട്. 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R² ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ Q1 എന്താണ്? What is Q1? Q1 എന്ന് പറയുന്നത് Q. ഇവിടെ Q2 എന്ന് പറയുന്നത് എന്താണ്? 1 അല്ലേ? 1/R എന്താണ്? R എന്ന് പറയുന്നത് ഇവിടെ R ഡാഷ് അല്ലേ? അപ്പൊ R ഡാഷിന്റെ സ്ക്വയർ, R ഡാഷ് ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്ക്വയർ. ഓക്കെ, ഈ 1നെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇതാണ് റിപ്പൽസീവ് ഫോഴ്സ് ഓൺ +1 കൂളോം. ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങളുടെ +1 കൂളോം ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? P ഡാഷിലാണ് ഇരിക്കുന്നത്. അതിന്റെ മണ്ടയിൽ കിട്ടുന്ന റിപ്പൽസീവ് ഫോഴ്സ് ഇതാണ്. അപ്പോൾ ഈ സ്ഥലത്ത് വെച്ച് എക്സ്റ്റേണൽ ഏജൻസി എത്ര ഫോഴ്സ് കൊടുക്കണം ഇവനെ ഇങ്ങോട്ട് നീക്കാൻ വേണ്ടി? സോ ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയായിരിക്കണം? എക്സ്റ്റേണൽ ഏജൻസി കൊടുക്കുന്ന ഫോഴ്സ് എത്രയായിരിക്കണം? അതെന്ന് പറയുന്നത് -F ആയിരിക്കണ്ടേ? ഇതിന് ഈക്വൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. ശരിയല്ലേ? അപ്പൊ ഈ ഫോഴ്സും പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു കുഞ്ഞു പാത്ത് ഞാൻ നീങ്ങാം. ഒരു dr ഡാഷ് എന്ന് പറയുന്ന ഒരു പാത്ത് ഞാൻ നീങ്ങുന്നു. എക്സ്റ്റേണൽ ഏജൻസി ഈ നെഗറ്റീവ് F എന്ന് പറയുന്ന ഫോഴ്സും അപ്ലൈ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ F എക്സ്റ്റേണൽ എന്ന് പറയുന്ന ഫോഴ്സും കൊടുത്തുകൊണ്ട് dr ഡാഷ് പാത്ത് തള്ളി നീക്കാൻ വേണ്ടി ഒരു കുഞ്ഞു വർക്ക് ചെയ്യും. ആ വർക്ക് എത്ര? വർക്ക് ഇൻ മൂവിങ് എലോങ് എന്താണ്? dr ഡാഷ്. dr ഡാഷിൽ മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്കിനെ ഞാൻ, കുഞ്ഞു വർക്കല്ലേ, ആ വർക്കിനെ dw എന്ന് എഴുതാം. ഞാനിപ്പോൾ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതാം. വർക്ക് ഈസ് ഈക്വൽ ടു, വർക്ക് എങ്ങനെ കാണും? വർക്ക് ഈസ് ഈക്വൽ ടു F.D ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്. സെയിം ഡയറക്ഷനിലാണെങ്കിൽ എഫിനും ഡിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 0. അപ്പൊ എത്ര വരും? F.D എന്തായിട്ട് മാറും? FD ആയിട്ട് മാറും. അപ്പൊ F.D എന്നുള്ളത് എന്തായിട്ട് മാറി? FD ആയിട്ട് മാറി. ഇവിടുത്തെ F എന്താണ്? നമ്മൾ കൊടുത്ത ഫോഴ്സ് എന്താണ്? F എക്സ്റ്റേണൽ. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? dr ഡാഷ്. പേടിക്കരുത്. ഇനി ഇതിനകത്ത് വാല്യൂ ഇടുക. F എക്സ്റ്റേണൽ എന്താണ്? F എക്സ്റ്റേണൽ എന്ന് പറയുന്നത് -F അല്ലേ? അപ്പൊ -F dr ഡാഷ്. ബുദ്ധിമുട്ടില്ല. ഇനി -2 ഇതാണ് വർക്ക് ഡൺ ഇൻ മൂവിങ് അലോങ് dr ഡാഷ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ഫ്രം ഇൻഫിനിറ്റി ടു P. ഇൻഫിനിറ്റി ഇന്ന് Pയിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് എങ്ങനെ കാണും? ഇൻഫിനിറ്റി ഇന്ന് Pയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന വർക്കിനെ ഞാൻ എന്തോ പേരിൽ വിളിക്കും. അതാണ് ആ പോയിന്റിൽ എന്തോന്ന്? ഇൻഫിനിറ്റി ഇന്ന് Pയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ് അവിടുത്തെ എന്തോന്ന്? പൊട്ടൻഷ്യൽ. അപ്പൊ പൊട്ടൻഷ്യൽ കാണാൻ ഈ ആൻസറിനെ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ ഇന്റഗ്രൽ പറയൂ. -F dr ഡാഷ്. ലിമിറ്റ് പറയണം. ഇൻഫിനിറ്റി ഇന്ന് Pയിലേക്കാണ് കൊണ്ടുവരുന്നത്. Pയിലുള്ള ഡിസ്റ്റൻസ് എത്ര? R. അപ്പൊ ഇൻഫിനിറ്റി ടു R -F dr ഡാഷ്. ഇവിടെ എഫിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. എഫിന്റെ വാല്യൂ ഇതല്ലേ? ഇടുക. അപ്പൊ പറയൂ, ആൻസർ എന്തായി? സോ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ടു R. എഫിന്റെ വാല്യൂ എന്താ? മൈനസ് എഫിന്റെ വാല്യൂ എന്താ? 1/4πε0 Q by
ആർ ഡാഷ് സ്ക്വയർ പറയൂ dr ഡാഷ്. ഇതിൽ നമുക്ക് ഏത് പുറത്തെടുത്ത് വയ്ക്കാം? സി മൈനസ് ക്യൂ ബൈ 4πε0 പുറത്തെടുക്കാം. ഓക്കെ, ബാക്കി ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ പറയണം 1/r ഡാഷ് സ്ക്വയർ dr ഡാഷ് എന്നുള്ളത് അകത്ത്. ബാക്കി സീക്വൽ ടു മൈനസ് ക്യൂ ബൈ 4πε0 അതുപോലെ എഴുതി. ഇതിനെ ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ പറയൂ, ഇതങ്ങ് മേലെ കേട്ടിട്ടെ ആർ ഡാഷ് റൈസ് ടു -2 എന്നായി. ബാക്കി dr ഡാഷ്. ബുദ്ധിമുട്ടില്ല. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ x റൈസ് ടു n dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ x റൈസ് ടു n dx എന്ന് പറഞ്ഞാൽ എന്താണ്? x റൈസ് ടു n+1/n+1 എന്നല്ലേ? അതുപോലെ ഇതിന്റെ ആൻസർ നിങ്ങൾ പറയണം. പറയും മൈനസ് ക്യൂ ബൈ 4πε0 അതുപോലെ എഴുതി ഇതിന്റെ ആൻസർ പറയൂ. പറ. ഇവിടെ എക്സിന് പകരം ആർ ഡാഷ്, dx-ന് പകരം dr ഡാഷ്. ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ആൻസർ നിങ്ങൾ തന്നെ പറയും ആർ ഡാഷ് റൈസ് ടു n-ന് പകരം ഇവിടെ കിടക്കുന്ന -2. അപ്പൊ -2 + 1 ഡിവൈഡഡ് ബൈ -2 + 1 എന്നാണ്. ഇതിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടണം. എന്നിട്ട് ലിമിറ്റ് സൈഡിൽ കൊടുക്കണം ഇൻഫിനിറ്റി ടു ആർ. ഇനി ബാക്കി പറയാം. സീക്വൽ ടു നോക്കൂ മൈനസ് ക്യൂ ബൈ 4πε0 പറഞ്ഞോ ആർ ഡാഷ് റൈസ് ടു -2 + 1 എന്ന് പറഞ്ഞാൽ -1 ആണ് ഡിവൈഡഡ് ബൈ -2 + 1 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇനി ബാക്കി പറയൂ ഇൻഫിനിറ്റി ടു ആർ. പേടിക്കാനൊന്നുമില്ല. ഈ 1-ന് ആരും മൈൻഡ് ചെയ്യാറില്ല. ഈ നെഗറ്റീവ് നമുക്ക് പുറത്തെടുക്കാം. നെഗറ്റീവ് കൂടെ ആവുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. അപ്പൊ ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ബാക്കി പറയണം. ബാക്കി ആർ ഡാഷ് റൈസ് ടു -1 ഇനി ഇൻഫിനിറ്റി ടു ആർ എന്നാണ്. ഈക്വൽ ടു ക്യൂ ബൈ 4πε0 നമ്മൾ അതുപോലെ എഴുതി. ബാക്കി പറയൂ ഒരു നമ്പർ റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ എത്ര? 1/that നമ്പർ എന്നല്ലേ? അപ്പൊ 1/r ഡാഷ് എന്ന് എഴുതി. ബാക്കി ഇൻഫിനിറ്റി ടു ആർ. ഇനി ബാക്കി പറയാം ക്യൂ ബൈ 4πε0 അതുപോലെ എഴുതി. ബാക്കി പറയൂ ഈ ആർ ഡാഷിന് പകരം അപ്പർ ലിമിറ്റ് പിന്നെ ലോവർ ലിമിറ്റ്. അപ്പൊ 1/r മൈനസ് 1/∞. ഇൻഫിനിറ്റിയുടെ റെസിപ്രോക്കൽ എത്ര? 0 അല്ലേ? അപ്പൊ 1/∞ എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ഇത് 0 ആണ്. അപ്പൊ ബാക്കി ആൻസർ പറയൂ. v ഈസ് ഈക്വൽ ടു പറയൂ ക്യൂ ബൈ 4πε0 അതുപോലെ എഴുതി. ബാക്കി ഇൻറ്റു 1/r എന്ന് മാത്രം വരില്ലേ? അല്ലെങ്കിൽ ഇതിന് ആഡംബരത്തിൽ എഴുതിയാൽ 1/4πε0 ക്യൂ ബൈ ആർ എന്ന് കിട്ടിയത് കണ്ടോ? അപ്പൊ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ കിട്ടി. v ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ. അപ്പൊ ഇത് നമ്മൾ ലാസ്റ്റ് ഇയർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചത് ഓർമ്മയുണ്ടോ? അതുമായിട്ട് സിമിലർ ഫോമിലാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ? 1/4πε0 ക്യൂ ബൈ ആർ. ഓക്കെ, ഞാനത് സ്റ്റാർട്ടിംഗ് തൊട്ട് ഒന്നും കൂടെ പറയുന്നു, ശ്രദ്ധിച്ച് പെട്ടെന്നിരിക്കുക. സോ വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? obtain electrostatic potential at a point in electrostatic field. A very nice question. Say, consider a source charge q. You consider a source charge q. Say positive. P is a point at a distance r from it. We want to find the potential at the point P. So for that, we bring a +1 coulomb from infinity to point P. Okay, the work done for this process is a potential at the point P. Then in between we reach a point P dash at a distance r dash from Q. Am I right? See, the +1 coulomb is now at P dash. Then this +1 coulomb will be repelled by source charge. See, what is a repulsive force? So repulsive force on +1 coulomb, it is F is equal to, say, what is a repulsive force? Repulsive force given by Q on +1. See, what is a general equation? 1/4πε0 Q1 Q2 divided by r square is a original equation. What is Q1 here? It is Q. Then what is Q2 here? It is 1. So no need to write 1. Then what is r here? R dash. So r dash square. Okay, then this is a repulsive force on +1 coulomb. Then to move this +1 coulomb, the external agency should apply a force. So external force should be equal to what?
this force and in the opposite direction. So external agency should apply a force equal to minus F in the opposite direction to move this plus 1 coulomb and to bring it to point P. Okay, work done for this process is a work done in bringing from infinity to point P is a potential. Okay, then see now the external agency is applying a force F external. By applying that F external in this direction, see, if the external agency is moving along a small path, what is the length of the path? dr dash. Then what is the work done for moving? See, work done in moving along a small path. Work done in moving along a small path is, see, tell me what is the equation to calculate work? Work is equal to F dot D. Work is equal to F dot D. Okay, here F is F external, displacement is dr dash. Both are in the same direction. If the angle between F and D, if angle between if F and D are in the same direction, angle between F and D becomes 0. So F dot D becomes FD. Then tell me what is F? F external. What is a D? It is a dr dash. Okay, this is a work done in moving along a small path. Okay, then what is a work done? Work done in moving from infinity to P. Infinity to P. Okay, work done in moving from infinity to P is a potential. Am I right? So it is equal to, this is a work done in moving along a small path. Then what is the work done in moving along a long path? See, it will be integral that. So integral F external dr dash. Okay, infinity to P. P is at a distance R. Okay, is equal to integral infinity to R. What is F external? F external is minus F. So minus F, then dr dash. Okay, no problem. Then put the values. See, potential is equal to, tell me, integral infinity to R. What is minus, then what is the answer of F? F is equal to 1 by 4 pi epsilon 0 q by R dash square. Okay, then dr dash. Then constants are kept out. See, minus q by 4 pi epsilon 0 taken out. Balance integral infinity to R 1 by R dash square dr dash. No problem. Is equal to integral infinity to R, tell me, I am sorry, minus q by 4 pi epsilon 0, then integral infinity to R, tell me, this will move up. So it becomes R dash raised to minus 2. Am I right? Then dr dash. Then you know the equation. Tell me, integral x raised to n dx is what? X raised to n plus 1 by n plus 1. This you know. So similarly, instead of x, r dash, instead of dx, dr dash. So what will be the answer? Say minus q by 4 pi epsilon 0. Like this, you say the answer. Instead of x, r dash. Say r dash raised to n plus 1. Here minus 2 plus 1. Minus 2 plus 1 by n plus 1. Minus 2 plus 1. No problem. Put it in square bracket. Then infinity to r. Then is equal to minus q by 4 pi epsilon 0. Tell me. R dash raised to minus 2 plus 1. Minus 1 divided by minus 2 plus 1. Minus 1. Then infinity to r. Okay, no problem. Is equal to this 1, you don't mind 1. See, this negative kept out. So negative, negative, positive. So q by 4 pi epsilon 0. Then r dash raised to minus 1. Then infinity to r. Then is equal to, tell me, q by 4 pi epsilon 0. Then this a number raised to minus 1. So it is 1 by that number. 1 by that number. Infinity to r. Okay. Then is equal to, tell me, q by 4 pi epsilon 0. Tell me, 1 instead of this upper limit minus lower limit. This is a rule. See, 1 by upper limit minus 1 by lower limit.
1 by infinity is 0. So this becomes 0. So your answer is Q by 4 pi epsilon 0. Tell me. Into 1 by R. So what is answer of potential? Potential is equal to, I shall write it like this, 1 by 4 pi epsilon 0 Q by R. So this is a potential at a point. This is a potential at a point in electrostatic field. Okay. So what is the final answer? 1 by 4 pi epsilon 0 Q by R. Okay. Now tell me the equation. What is a potential at a point? See, this is your charge Q. This is a point at a distance R. What is the potential here? Potential is equal to 1 by 4 pi epsilon 0 Q by R. Potential is equal to 1 by 4 pi epsilon 0 Q by R. It is very clear potential is inversely proportional to R. Am I right? As R increases, potential decreases. As R increases, potential decreases. അപ്പോൾ R കൂടുമ്പോഴത്തേക്ക് എന്ത് കുറയും? Potential കുറയും. Okay. Listen. ഞാനിവിടെ ആറും വിയും കണക്ട് ചെയ്തൊരു ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നു. വിയും ആറും കണക്ട് ചെയ്തൊരു ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നു. These are in inverse proportion. Am I right? So graph will be like this. Okay, ഈ ഷേപ്പ് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഈ ഷേപ്പിലിരിക്കും. This is a graph between what? V and R. Then if it is E, so you know, if this is a charge, what is the electrostatic intensity? What is the intensity here? E is equal to what? 1 by 4 pi epsilon 0 Q by R square. So E inversely proportional to R square. So E യും R യും കണക്ട് ചെയ്ത് ഗ്രാഫ് വരച്ചത് ഓർമ്മയുണ്ടോ അന്ന്? ആ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് ഇതാ ഇങ്ങനെ ഇരിക്കും. കണ്ടോ? ഈ രണ്ട് ഗ്രാഫ് ഞാൻ ഒന്നിൽ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർത്ത് വെച്ചോണം, ദിസ് ഈസ് വാട്ട്? വിയുടെ ഗ്രാഫ്. ഇതാരുടെ ഗ്രാഫാ? ഇയുടെ ഗ്രാഫ്. അപ്പോൾ മറക്കരുത്, വി വേഴ്സസ് ആർ, ഇ വേഴ്സസ് ആർ രണ്ട് ഒറ്റ ഗ്രാഫിൽ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം, വി ഫോർ വിക്ടറി. വിക്ടറി ആൾവേസ് അറ്റ് ദ ടോപ്പ്. സോ വിക്ടറി സ്റ്റാർട്ടിങ് ഫ്രം വിക്ടറി. സി ഇറ്റ് ഈസ് ടോപ്പ്. കണ്ടോ? ഇവിടെ വരുമ്പോഴത്തേക്ക് അത് ടോപ്പിൽ ഇരിക്കുന്നുണ്ടോ? സോ വിക്ടറി ഗ്രാഫ് സ്റ്റാർട്ടിങ്. സി വിക്ടറി ഗ്രാഫ് ടോപ്പ്. സി ദ അതർ ഗ്രാഫ് റൈറ്റ് സൈഡിൽ രണ്ടാമത് വരുന്ന ഗ്രാഫ് താഴെ. സോ ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ മറക്കരുത്. സി source R, Q, point P at a distance R. What is the potential here? 1 by 4 pi epsilon 0 Q by R. Then potential is inversely proportional to R. What is the electrostatic intensity here? 1 by 4 pi epsilon 0 Q by R square. So E inversely proportional to R square. So we are plotting a graph between E and R and V and R. See, the graph will be of the same shape, but their positions are different. What is this? V ലെഫ്റ്റിൽ നിന്ന് തുടങ്ങി ഇവിടെ ടോപ്പിൽ കൂടെ പോകും. ഇതാണെങ്കിൽ റൈറ്റിൽ നിന്ന് താഴെ കൂടെ പോകും. ഓക്കെ, അപ്പോൾ മറക്കരുത്. ദെൻ ലെറ്റ് മീ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. സീ, ദിസ് ഈസ് എ സോൾ ചാർജ്, പോസിറ്റീവ് ചാർജ്. Say positive charge. Okay, then surrounding this, what potential? Positive potential. Surrounding this, in the potential, positive potential. Kashinadame, say, what is this charge? Positive charge. Surrounding a positive charge, what potential exists? Positive potential exists. Then source charge is negative. Negative charge ആണ്. നെഗറ്റീവ് ചാർജിനുള്ള ചുറ്റുമുള്ള പൊട്ടൻഷ്യൽ എന്താണ്? നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ഓക്കെ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വലുത്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വലുത്? പോസിറ്റീവ് ആണോ വലുത്? സി, അപ്പോഴേ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പോകുന്നു. കണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് പോകുന്നു. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വഴി പോയാൽ എവിടെ ചെന്നെത്താം? ഹൈ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്താണോ ലോ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്താണോ? ലോ പൊട്ടൻഷ്യൽ. അപ്പോൾ സി, ഇലക്ട്രിക് എന്താണ്? പൊട്ടൻഷ്യൽ ഡിക്രീസസ് അക്രോസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻ. ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻ വഴി പോയാൽ എന്ത് കുറയുന്നതായിട്ട് കാണാം? പൊട്ടൻഷ്യൽ കുറയുന്നതായിട്ട് കാണാം. സോ ഡോണ്ട് ഫർഗെറ്റ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിക്രീസസ് അലോങ് ഇലക്ട്രിc field line. Okay, keep in mind. See the last section. See, so positive charge surrounding a positive charge, positive potential exists. Surrounding a negative charge, negative potential exists. Then see, positive or negative, which is greater? Positive is greater. See, you know about electric field line. Electric field line starts from positive and then negative. See, I am moving along the electric field line.
So I am reaching a low potential region. So as we move along the electric field line, electrostatic potential decreases. Keep in mind.